ലോകത്താകമാനം വീണ്ടും യുദ്ധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ നിന്നിട്ടും വീണ്ടും ഇസ്രായേലിൽ ഒരു ആക്രമണം നടന്നിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നുള്ളതും ഇപ്പോൾ അന്വേഷണത്തിലാണ്. എന്താണെങ്കിലും ഇസ്രായേലിൽ ഒരു ബസ്സിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. സ്ഫോടനത്തിൽ വിവിധ ആളുകൾക്ക് പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. ഏത് രാജ്യമാണ് ഇതിന്റെ പിന്നിൽ? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനും യുദ്ധം അവസാനിക്കാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്? രാജ്യത്ത് അശാന്തി പടർത്തിക്കൊണ്ട് ഈ യുദ്ധങ്ങൾ നീണ്ടു നിൽക്കുന്നത് രാജ്യത്തിന്റെ സമ്പൂർണമായ തകർച്ചയിലേക്ക് നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇറാൻ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി രംഗത്ത് വരും എന്ന ഭീഷണി നിലനിർത്തുന്ന അവസ്ഥയിൽ ഈ രാജ്യങ്ങൾ എന്തിനുള്ള പുറപ്പാടിലാണെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ഉണ്ടെന്നും എന്നാൽ ഇറാനെ സഹായിക്കാൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നുവെന്നും നമ്മൾ എടുത്തു നോക്കണം. എന്താണെങ്കിലും അമേരിക്കയും ഇസ്രായേലും ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ ഒരുപക്ഷെ ഇറാനെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ അമേരിക്കയും ഇസ്രായേലും സമാധാനത്തിന്റെ പാത പിന്തുടരുകയാണോ എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. രാജ്യത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള സ്ഫോടനവും അതുപോലെ തന്നെ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ബന്ദികളെ കൈമാറുന്നതിനുള്ള നടപടികളും ക്രമീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും യുദ്ധം ശക്തമാവുകയാണോ എന്ന ചോദ്യവും നിലനിൽക്കുന്നു. ഈ യുദ്ധങ്ങൾ ഇനിയും മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇസ്രായേലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകളിൽ സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ടെൽ അവീവിന് സമീപമുള്ള ബെയ്ഗ്ന നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിലാണ് സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭീകരാക്രമണമാണ് നടന്നതെന്നും സംശയിക്കുന്നതായി ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. സ്ഫോടനത്തിൽ ആളപായമില്ല എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. അതേസമയം സംഭവത്തിൽ പോലീസ് സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തു. 2 ബസ്സുകളിൽ നിന്നും കണ്ടെത്തിയ ബോംബുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർവീര്യമാക്കുകയും ചെയ്തു. അതായത് ആകെ 5 ബസ്സുകളായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ജനങ്ങളോട് വളരെയധികം ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ്. ഹമാസ് ബന്ദികളാക്കിയവരിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്ത് മണിക്കൂറുകൾക്കകം തന്നെയാണ് സ്ഫോടനങ്ങൾ നടന്നത്. സ്ഫോടനം നടന്നതും നിർവീര്യമാക്കിയതും ഉൾപ്പെടെ 5 ബോംബുകളാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവ 5ഉം സമാനമാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. രാജ്യത്തിനുടനീളം പരിശോധനയും അന്വേഷണം നടക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്നും പലതവണ കണ്ടെടുത്തിട്ടുള്ള സ്ഫോടക വസ്തുക്കളുമായി സാമ്യമുള്ളതായി പോലീസ് വക്താവ് ഹെയിം സർഗോഫ് വിശദീകരിച്ചു. എന്നാൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ ഇദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങി വരികയും ചെയ്തു. ഇതിനൊപ്പം വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ സെറ്റിൽമെന്റുകളിൽ കർശന നിയന്ത്രണങ്ങളും പരിശോധനകളും ഇസ്രായേൽ നടത്തിയിരിക്കുകയും ചെയ്തു. ഹമാസുമായി വെടിനിർത്തൽ വന്നതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ഭീകരവിരുദ്ധ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും രാജ്യത്തുടനീളം ഇപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുകയാണെങ്കിൽ അത് വീണ്ടും ഹമാസും ഹിസ്ബുള്ളയും ഗാസയും പാലസ്തീനും തകർക്കാൻ വേണ്ടി ഇസ്രായേൽ രംഗത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കും. അതിനാൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം മുഴുവൻ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.